അവരുടെ എംബസിയാണ് ഇത്. അവിടെ എടുക്കാൻ പാടില്ല ഇരിക്കാൻ. എന്നിട്ട് എത്ര പോയിന്റ് കിട്ടി? ഞാൻ ആദ്യമായിട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ സീറ്റ് ഉള്ളത് ഞാൻ കാണുന്നത്. ഉണ്ടാക്കുമ്പോൾ കൂട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ആട്ടുമുട്ടീനെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഒരു ഇലക്ട്രിക്കൽ ഡിവൈസസും അവിടെ പെർമിറ്റഡ് അല്ല. അപ്പറേ പാകിസ്ഥാൻ ഇപ്പറേ ഇന്ത്യ. അതിലുണ്ടായിരുന്നില്ല അവിടെ മറ്റേ ഇത്രക്കാരൊക്കെ നമ്മുടെ ബോർഡർ ഇങ്ങനെ കാക്കും. 60 രൂപയാണ് ഈ ഒരു കോക്കറി ചാട്ട്. ഒരു നല്ല മക്കളും ഇത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു ഡോഡോ ട്രെയിൽസ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വ്ലോഗായിട്ട് നമ്മൾ ഇറക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലില്. പക്ഷെ അതിന് മുമ്പ് കസോൾ തോഷിന്റെ ഒരു വെതർ അപ്ഡേറ്റ് കൊടുക്കാനുണ്ടായതുകൊണ്ട് നമ്മൾ മുൻപ് ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ്. നമ്മൾ മണാലിയിലേക്ക് പോണേനൊക്കെ മുമ്പ് ഒരു 2 days നമ്മൾ ഡൽഹിയിൽ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ കുറച്ച് കുട്ടി സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ പോയി വിസിറ്റ് ചെയ്തു. അപ്പൊ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ വ്ലോഗിൽ നമ്മൾ റിവീൽ ചെയ്യാൻ പോകുന്നതും ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെയും കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ബെൽ ബട്ടണും അമർത്തണം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഡെഫിനറ്റ്ലി ഉറപ്പാണ്. ഇപ്പൊ ഞാനും ഇത് എഡിറ്റ് ചെയ്ത് കണ്ടപ്പോൾ എനിക്കറിയാം കുറച്ചും കൂടി ഇവിടെയൊക്കെ എഡിറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ ഷൂട്ട് ചെയ്തത് ഇവിടെയൊക്കെ കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യായിരുന്നു എന്ന് അറിയാം. അപ്പൊ എന്തായാലും നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ സജഷൻസ് ഉണ്ടായിരിക്കും, കാണുന്നവർക്ക് കുറച്ചും കൂടെ അധികം പറയാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ സജഷൻസ്, നിങ്ങളുടെ ഗൈഡൻസ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ അത് കമന്റ്സ് ത്രൂ ഞങ്ങളെ അറിയിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. സോ നമുക്ക് വീഡിയോ കാണാം. സോ ലെറ്റ്സ് ഗോ ആൻഡ് വാച്ച് ദ വീഡിയോ. ഞങ്ങളിവിടെ നടന്ന് ഇവിടെ നാഷണൽ റെയിൽ മ്യൂസിയം ഉണ്ട്. ഇവിടെ എന്തെങ്കിലും കാണാണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഡൽഹിയിൽ വന്ന സ്ഥിതിക്ക് ഇവിടെ അടുത്തായതുകൊണ്ട് നമ്മൾ നാഷണൽ റെയിൽ മ്യൂസിയം കണ്ടിട്ട് വരാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് റെയിൽ മ്യൂസിയത്തിൽ എന്താ നോക്കിയിട്ട് വരാം. ലെറ്റ്സ് ഗോ. വാ. ഇനി നമ്മള് ഇതിന്റെ ഉള്ളിലേക്ക്, മെയിൻ ആയിട്ടുള്ള മ്യൂസിയത്തിന്റെ ഉള്ളിൽ പോവാണ്. അപ്പോൾ ക്യാമറ അലൗഡ് ആണോ നമുക്കറിയില്ല. ആണെങ്കിൽ അതിന്റെ ഉള്ളിലത്തെ വിശേഷങ്ങൾ നിങ്ങളെയും കാണിക്കാം. ആരാന്ന് കാണിച്ചു കൊടുക്ക്. പേഴ്സന്റെ നെയിം ചോദിക്കുന്നുണ്ട്. എവിടെയോ ഇത് കറക്റ്റ് ആക്കുവാ. അടുത്തത് അതർ പേഴ്സൺ വേണ്ട ഒരു പേഴ്സണാ. എപ്പോഴും ഞാനിങ്ങനെ കാണിക്കുന്നുണ്ടോ ഇങ്ങനെ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ആരാ പറ. എനിക്കറിയാം, നീ പറ. എനിക്കറിയാം, നീ പറ. ബാലഗംഗാധര തിലക്, ഡോക്ടർ ദാദാ സാഹിബ് അംബേദ്കർ. What red color signal says? Stop. What does the sign show? Stop. Window stop. Oh, easy question. What does the sign show? Railway. Level crossing are. What is your first aid? Hospital emergency exit. That's the railway station. ഇത് ഇവിടെ എവിടുത്തെ നമുക്കറിയുമോ? എയർപോർട്ടിന്റെ റെയിൽവേ സ്റ്റേഷൻ. അതാണ് ജോലി. ആദ്യം ഞങ്ങൾ മിസ് ചെയ്തു. ഈസി ക്വസ്റ്റ്യൻ. എന്നിട്ട് എത്ര പോയിന്റ് കിട്ടി? 7. ഞാൻ ആദ്യമായിട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ സീറ്റ് ഉള്ളത് ഞാൻ കാണുന്നത്. പണ്ട് കാലത്ത് ലക്ഷറി ആയിട്ടുള്ള ആൾക്കാരാണ് ട്രാവൽ ചെയ്യാറുള്ളത് ട്രെയിനിൽ. അതുകൊണ്ടാണ് ഇത്രയും നല്ല കിടിലൻ കുഷ്യൻ സീറ്റുകളാണ് പണ്ടത്തെ രാജാക്കന്മാരൊക്കെ, പണ്ടത്തെ ബ്രിട്ടീഷ് ആൾക്കാരൊക്കെ ട്രാവൽ ചെയ്യാൻ വേണ്ടി നിന്നിരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സീറ്റ്. ഇൻട്രസ്റ്റിംഗ്.
മ്യൂസിയത്തിൽ കൂടെ ഇങ്ങനെ ട്രെയിൻ കണ്ട് നടക്കുമ്പോഴാണ് നമ്മൾ കുറച്ച് അതിഥികളെ കണ്ടത്. അമ്മാട്, അച്ഛനാട്, കുട്ടിയാട്, അങ്ങനെ അങ്ങനെ കുറെ ആടുകളുണ്ട്. കൂടുണ്ടാക്കുമ്പോ കൂട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ആട്ടുംകുട്ടീനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിനെ എടുത്തു കൊണ്ടുപോകാം. പക്ഷെ ഇവിടെ എന്ത് സാധനം എടുത്താൽ 500 രൂപ ഫൈൻ കൊടുക്കണം. അതുകൊണ്ട് നമുക്ക് കാശ് കൊടുത്തിട്ട് വാങ്ങായിരിക്കും അതിൽ ലാഭം. അപ്പൊ അങ്ങനെയാണ് ഇവരങ്ങനെ ഒരു ആട് ഫാമിലിനെയാണ് ഞങ്ങളിപ്പോൾ കണ്ടുമുട്ടിയത്. പണ്ടത്തെ ഈ കാറ്റിൽസിനെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ട്രെയിനിന്റെ മോഡലാണ്. യാ, അപ്പൊ ബൈ, വിൽ സീ നെക്സ്റ്റ് ടൈം. ഈ ഒരു ലൈൻ ഫുൾ ഇങ്ങനത്തെ എംബസികളാണ്. പല പല കൺട്രീസിന്റെ എംബസീസ് ആണ് ഇവിടെ ഉള്ളത്. എംബസി ഓഫ് സ്റ്റേറ്റ് ഓഫ് ഖത്തർ, അതായത് ഖത്തറിന്റെ ഡൽഹിയിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലത്തെ എംബസിയാണ് ഇത്. നമ്മൾ അധികം ഷൂട്ട് ചെയ്യണ്ട, കാരണം ചിലപ്പോ ചില റെസ്ട്രിക്ഷൻസ് എല്ലാം ഉണ്ടാവും. ഞങ്ങൾ ജസ്റ്റ് അതിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് നടക്കുന്നത്. ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. മേലെ എന്തൊരു ആന്റിനെ ഒക്കെ വെച്ചിട്ടുണ്ട് അവരുടെ ചാനൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ. നെക്സ്റ്റ് കൊറിയയുടെ റിപ്പബ്ലിക്. ഏത് കൊറിയ? നോർത്ത് കൊറിയ, സൗത്ത് കൊറിയ? അത് ഏത് കൊറിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തോ ഒരു കൊറിയ. അവരുടെ എംബസിയാണ് ഇത്. അവിടെയും എടുക്കാൻ പാടില്ല തിരിക്കാൻ. ആക്ച്വലി ഇവിടെ കുറെ എംബസി ഉണ്ട്, കുറെ കൺട്രീസിന്റെ എംബസി ഉണ്ട്. അങ്ങനെ ഞങ്ങൾ എംബസി ഓഫ് കൊറിയ എടുക്കുന്ന സമയത്ത് അവര് സെക്യൂരിറ്റി പോലീസുകാർ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു എടുക്കാൻ പാടില്ല എന്ന്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എടുക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഡൽഹി വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ഏരിയ വന്നു കഴിഞ്ഞാൽ പല പല കൺട്രീസിന്റെ എംബസി കാണാൻ പറ്റും. ഭയങ്കര ഡിഫറെന്റ് ആണ് ഓരോ എംബസിയും, അല്ലെ? ഓരോന്നും കൺസ്ട്രക്ട് ചെയ്ത് നോക്കുന്നത് അവരവരുടെ ഒരു സ്റ്റൈലിലാണ്, അവരുടെ ആ രാജ്യത്തിന്റെ ഒരു സ്റ്റൈലിലാണ് ഓരോ സ്ഥലത്തും കൺസ്ട്രക്ട് ചെയ്താണ്. അവരുടെ ഫ്ലാഗ് ഉണ്ട്, കാണിച്ചു തരണമെന്നുണ്ട്. പക്ഷെ റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് വാർണിംഗ് കിട്ടിയതുകൊണ്ടും ഇപ്പൊ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടുപ്പിച്ചാ ജസ്റ്റ് ഒന്ന് ഒരു മേ ബി എത്ര കിലോമീറ്റർ ഉണ്ടാവും ഇത്? ഒരു 2 കിലോമീറ്ററിനുള്ളിൽ കുറെ ഉണ്ട്, ഒരു 10-20 എംബസീസ്. ഒരു 2-3 കിലോമീറ്ററിനുള്ളിൽ ഒരു 10-20 എംബസിന്. നമ്മളിങ്ങനെ ഒരു ന്യൂസിലൊക്കെ ഓക്കെ അവിടുത്തെ എംബസി ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ എംബസി കാണുന്നത് ഓരോ കൺട്രീസിന്റെ. സോ യാ, കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. നിങ്ങളെ ഈ അക്ഷർധാം ടെമ്പിൾ കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ചാടിത്തുള്ളി ഞങ്ങൾ ഇവിടെ എത്തിയത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഒരു ഇലക്ട്രിക്കൽ ഡിവൈസസും അവിടെ പെർമിറ്റഡ് അല്ല. ഈവൻ നമ്മുടെ സ്മാർട്ട് വാച്ച് പോലും അവിടെ ഊരി വെക്കണം. ഒന്നും നമുക്ക് അവിടെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് പെർമിഷൻ ഇല്ല. അതുകൊണ്ട് ഒറ്റ ഫോട്ടോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇവിടേക്ക് ആയിട്ട് കുറച്ച് ഫോട്ടോസ് അറ്റാച്ച് ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഗൂഗിളിൽ നിന്ന് എടുത്തിട്ട്. പക്ഷെ 141 ഫീറ്റ് ഹൈറ്റ് ഉണ്ടെന്നാണ് ഈ ടെമ്പിളിന് പറയണേ. മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇറ്റാലിയൻ മാർബിളും പിങ്ക് സ്റ്റോൺസും വെച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഹിന്ദു ബിലീഫിന്റെ ഒരുപാട് സ്കൾപ്ചേഴ്സ് നമുക്ക് കാണാം. അതില് മെയിൻ ആയിട്ട് സീതാരാമൻ, അതുപോലെ തന്നെ ശിവൻ, പാർവതി, വിഷ്ണു, ലക്ഷ്മി, ദൈവങ്ങളുടെ ഇത് സ്കൾപ്ചേഴ്സ് വെച്ചിട്ടുണ്ട്. അതെല്ലാം പഞ്ചലോഹം കൊണ്ട് ക്രിയേറ്റ് ചെയ്തതാണെന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എന്താ പറയുക, ഒരുപാട് കാണാനുണ്ട്. താഴെ തന്നെ ഒരുപാട് എലഫന്റ്സിന്റെ കുറെ കൺസ്ട്രക്ഷൻ വെച്ചിട്ടുണ്ട്. ഏകദേശം 800 ടണ്ണോ അങ്ങനെ എന്തോ വരുന്ന എലഫന്റ്സിന്റെ അത്രയും സിംബോളിഫൈ ചെയ്തിട്ടുള്ള എലഫന്റ്സിന്റെ സ്കൾപ്ചേഴ്സ് ആണ് അവർ വെച്ചേക്കണത്. ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ്. കുറെ നടന്ന് കാണാനുണ്ട്. ഈച്ച് ആൻഡ് എവരി കൺസ്ട്രക്ഷനിലും എന്തെങ്കിലും ഒരു കൊത്തുപണി അവർ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്തെങ്കിലും ഒരു തീം ബേസ്ഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള കൊത്തുപണി ചെയ്തിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇതെന്താ ബാക്കിലുള്ളത്? ഇന്ത്യ ഗേറ്റ്. എന്താ ഇന്ത്യ ഗേറ്റ് എന്ന് പറയണ? ആക്ച്വലി ഞാൻ പണ്ട് ഇന്ത്യ ഗേറ്റ് എന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, അതായത് ഇന്ത്യ ഗേറ്റ് എപ്പോഴെന്തിനാണ് ഒരു സ്ഥാനത്തിലേക്ക് എൻ്റർ ചെയ്യാനാണല്ലോ. അപ്പൊ എന്റെ വിചാരത്തിൽ ഇന്ത്യ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഗേറ്റ് ആണെന്നാണ്. അതായത് അപ്പറേ പാകിസ്ഥാൻ, ഇപ്പറേ ഇന്ത്യ. അപ്പൊ മതിൽ വേണ്ടേ? മതിലുണ്ടായിരുന്നില്ല. അവിടെ മറ്റേ മിലിറ്ററിക്കാരൊക്കെ നിന്ന് നമ്മുടെ ബോർഡർ ഇങ്ങനെ കാക്കും. എന്നിട്ട് ഇതാണ് ഗേറ്റ്, ഇതിൽ കൂടെയാണ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാൻ പറ്റുള്ളൂ എന്നുള്ള ആയിരുന്നു എന്റെ ഇത്. ഈ ഒരു വാർ മെമ്മോറിയലാണ്. പണ്ട് 1ാം ലോക മഹായുദ്ധ സമയത്ത് കുറെ ഇന്ത്യൻ പൗരന്മാര് ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മിലിറ്ററി സോൾജേഴ്സ് ആയിട്ട്. ആ മരിച്ച ജവാന്മാരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാര് പണിതാണ്. ബ്രിട്ടീഷുകാര് പണിതാണോ ഇത്?
ബിഫോർ ഫ്രീഡത്തിന് 1931 മറ്റാണ് പോണത്. ഓ അങ്ങനെ നമ്മളോടുള്ള ഒരു താങ്ക്സ് പോലെ അവര് ചെയ്താണ് നമ്മുടെ ഇന്ത്യൻ. നമ്മളോടല്ല, അപ്പം മരിച്ച ജവാൻ. അപ്പം ഇന്ത്യൻ ജവാന്മാർ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സേനയുടെ ഭാഗമാണല്ലോ. സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, ഇന്ത്യ ഇല്ലല്ലോ. അപ്പൊ അവരുടെ സ്മരണയ്ക്ക് വേണ്ടി ചെയ്തത്. വിശന്ന് വലഞ്ഞ് തെണ്ടിത്തിരിഞ്ഞ് എല്ലാ ഹോട്ടലിലും കയറി ലാസ്റ്റ് ഞങ്ങൾ പഞ്ചാബ് ഗ്രില്ലിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം ഉണ്ട്, നിങ്ങൾ കഴിക്കൂ 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 എന്ന് ഇവിടുത്തെ വെയിറ്റർ ചേട്ടൻ നിർബന്ധിച്ച് ഞങ്ങൾ ഒരു സാധനം ഓർഡർ ചെയ്തു. അതാണ് നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്ന കോക്രി ചാട്ട്. 10 രൂപയ്ക്ക് ഞങ്ങൾക്ക് കിട്ടിയ പഞ്ചാബ് ഗ്രില്ലിന്റെ ബ്രാൻഡഡ് കോക്രി ചാട്ടാണ് നിങ്ങൾ കാണുന്നത്. കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയാം. ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇതിലെന്താണ്ടാക്കിയോ മുറിച്ചു പേരുണ്ടാക്കി ഇട്ടിട്ടുണ്ട്. ടേസ്റ്റ് കൊള്ളാം. പൈസ കൊടുക്കുകയാണെങ്കിൽ ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സാധാ ചാട്ടിന്റെ ടേസ്റ്റ് അല്ല. 60 രൂപയ്ക്കുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. അത് മൂഞ്ചി നിൽക്കുന്ന ഞങ്ങളെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആദ്യത്തെ ഒരു ഓട്ടോ ബുക്ക് ചെയ്തു, അവൻ ക്യാൻസൽ ചെയ്തു. പിന്നെ ഒരു നല്ല മക്കളും ഇത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞങ്ങളിവിടെ മൂഞ്ചി കുത്തി നിൽക്കുകയാണ്.